കൊലമുറി നോവൽ തുടർച്ച അധ്യായം 3. മരണം കാത്തുകിടന്ന അച്ഛന് കനിവുണ്ടാകാൻ വർഷങ്ങളെടുത്തു. തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ബാലനെ നേരത്തോട് നേരം വരെ കാത്തു. നിലവിളിക്കാനോ വിങ്ങിപ്പൊട്ടിക്കരയാനോ ആരുമുണ്ടായിരുന്നില്ല. ഇളയച്ചൻ മാത്രം പണ്ടെങ്ങോ ഓർമ്മയിലുണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യനെ ഓർമ്മപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. കൂടി നിന്നവരിൽ മുതിർന്നവർ പറഞ്ഞു, കേളാ, എത്ര നേരമായിച്ചിട്ടാ ഇങ്ങനെ കാത്തിരിക്കുക? നേരത്തോട് നേരമായിരിക്കുന്നു. ഇനിയും അവനെ കാക്കണോ? സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനിടയിലാണ് മൂത്തൂടിയിലെ മകൾ ഓടിക്കിതച്ചെത്തിയത്. മരിച്ചറിയിപ്പുമായി പോയവർക്ക് വഴിതെറ്റിയത്രേ. അതല്ലാതെ ചേച്ചിക്കൊന്നും പറഞ്ഞു വിങ്ങാൻ വാക്കുകളില്ലായിരുന്നു. എങ്കിലും അച്ഛൻ്റെ മരണം അവളെ തളർത്തിയിരുന്നു. അടച്ചുവെച്ച എൻ്റെ മൗനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കാതെ തന്നെ ഞാൻ അച്ഛനെ ദഹിപ്പിച്ചു. ഒരു ജന്മം മുഴുവൻ പശ്ചാത്താപത്തിൻ്റെ പടുക്കുഴിയിൽ ആണ്ടുപോയ അച്ഛന് മരണത്തിൻ്റെ അനുകമ്പയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട വർഷങ്ങളായിരുന്നു. ശേഷമുള്ള കർമ്മങ്ങൾ കഴിഞ്ഞും ആര് മരിച്ചാലും ആരില്ലാതായാലും ഇനിയും ജീവിതം അവശേഷിക്കുന്നവർക്ക് വേണ്ടി ഉമ്മറത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്നും ഒരു തിരി ഞാനെടുത്തു. നടത്തത്തിനിടെ തിരി കെടാതിരിക്കാൻ ഞാൻ പാടുപെടുന്നത് കണ്ട് നാണിയും സഹകരിച്ചു. തൈവെപ്പിൽ കൂരയുടെ തെക്കുപുറത്ത് ഒരോട്ടം കഷ്ണത്തിൽ തിരി നിക്ഷേപിക്കുമ്പോൾ മനസ്സൊന്ന് ആശ്വസിച്ചു. അച്ഛൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം സ്കൂളിൽ പോകാൻ മക്കൾ യാത്ര പറഞ്ഞു. ഒരിക്കൽ കൂടി നരച്ച ചിന്തകൾക്ക് കടിഞ്ഞാനിട്ട് മക്കൾക്കൊപ്പം തൊടിയിലേക്കിറങ്ങിയ നാണി അല്പം കഴിഞ്ഞ് അടുത്തു വന്നിരുന്നു. അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കാണോ പോകുന്നത്? ദിവാകരേട്ടനും കൂടെ ഉണ്ടാവില്ലേ? പിന്നെ അവനും ഉണ്ട് കൂട്ടിന്. മോന്തിയാകുമ്പോഴേക്കും വരും. ഞാൻ നാണിയെ ആശ്വസിപ്പിച്ചു. നാണിയും എനിക്കൊപ്പം പായയിൽ കിടന്നു. അറ്റം കാണാതെ തികച്ചും വിജനമായി കിടക്കുന്ന കോൾനിലം, മുറ്റത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന പ്ലാവിൻ കൊമ്പ് അലസമായ നാടിയുലഞ്ഞു. പുരയുടെ 4 മുക്കിലും വളർന്നു വലുതായ കൈതോലകൾ പതിവ് സംഗീതം ആലപിച്ചു. നാണിയുടെ കൈകൾ എൻ്റെ നെഞ്ചിനെ തഴുകാൻ തുടങ്ങി. നാണിയെ ഞാൻ ഒന്ന് നോക്കി. അപ്പോഴവളുടെ വിരിഞ്ഞ കണ്ണുകൾ പാതി അടഞ്ഞിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. പാതി ആവർത്തിച്ച നാണി വാതിൽ മൂടിവെച്ചു. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് തല താഴ്ത്തി നിന്നു. ആദ്യം കാണുന്ന പോലെ ഞാൻ അവളുടെ താടി പിടിച്ചു ഉയർത്തി. വളരെ പതുക്കെ അവൾ എൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. നിശബ്ദമായ നിമിഷങ്ങൾ കുറേ കടന്നുപോയി. അവൾ എഴുന്നേറ്റ് മുടികൾ വാരിക്കെട്ടി. ഉടുത്തിരുന്ന തുണികൾ പഴയ പോലെ വെച്ച് കെട്ടി. സമയം എത്രയായെന്നറിയില്ല. ദിവാകരനെത്തും മുൻപ് ഒരുങ്ങണം. വൈകിയാൽ രാമേട്ടൻ്റെ ശാസന ഉറപ്പാണ്. കുളം വരെ പോകാൻ നിന്നില്ല. പുളിഞ്ചോട്ടിൽ മേൽ കഴുകി ഇറങ്ങുമ്പോൾ മേൽക്കൂരയുടെ മുകളിൽ പുക ഉയരുന്നത് കണ്ടു. നാണി ചായ തിളപ്പിക്കുകയായിരുന്നു. ഞാൻ ഊഹിച്ചു. ഓട്ടകൾ നിറഞ്ഞ ബനിയൻ ഒരെണ്ണമാണ് ആകെ സ്വന്തമായുള്ളത്. ചേറ്റുകത്തിയും കടുക്കയും ഇടിക്കുന്നിടത്ത് അതും ഞാന്ന് കിടക്കുന്നുണ്ട്. അത് ഉടുത്താൽ പിന്നെ ഒരുതരം വിമ്മിട്ടമാണ് തോന്നുക. തുറന്നിട്ട ശരീരവുമായി ആളുകൾ കൂടുന്നിടത്ത് എങ്ങനെയാ പോവുക? ഞാനങ്ങനെ നടക്കുന്നതിൻ്റെ കുറച്ചിൽ ദിവാകരനുണ്ട്. ചായ തിളയ്ക്കും മുമ്പ് ഒരു ബീഡി കൂടെ കത്തിച്ചു. വെയിൽ മുഴുവൻ ചാഞ്ഞിട്ടും നാണി അടുക്കളയിൽ തന്നെയാണ്. ആ നേരമായിട്ടും ദിവാകരനെ കാണാതെ മനസ്സ് പിടഞ്ഞു. ഇരുന്നിട്ട് ഇരപ്പുറയ്ക്കാതെ ഞാൻ പുരയ്ക്കുള്ളിലേക്ക് കടന്നു. നാണി അടുക്കളയിൽ ചായപ്പിലിരുന്ന് എന്തോ ഓർക്കുകയാണ്. മുന്നിലിരുന്ന് തിളച്ചുമറിയുന്ന ചായക്കലമൊന്നും അവൾ അറിയുന്നതേയില്ല. വശ്യമായൊരു നോട്ടം ഈയിടെ നാണിയിൽ കാര്യമായി തന്നെ കാണുന്നുണ്ട്. കൺപീലികളും കാര്യമായി വളർന്നിട്ടുണ്ട്. മകൾ തൊട്ടുകിടക്കുന്ന പായയിൽ എല്ലാത്തിനും പരിമിതികളാണ്. ഭാര്യയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറിയിട്ടില്ല ഇതുവരെ. അതാണ് സത്യം. കള്ള് അളന്നു കഴിഞ്ഞാൽ നേരത്തെ വീട്ടിലെത്തണം. ഒരിക്കൽ പൂവാറക്കാരുടെ ഓല ഇറക്കാൻ സഹായിച്ചപ്പോൾ കിട്ടിയ അണകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി. അത് പ്രതീക്ഷിച്ചാണ് അങ്ങാടിയിൽ ഇരിപ്പ് തുടങ്ങിയത്. ഇനി അത് വേണ്ട. ആ നേരം നാണിയുമൊത്ത് ചെലവിടണം ഓർത്തപ്പോൾ മനസ്സിൽ വല്ലാത്ത കിളിർത്തു. കേളാ, കേളാ. ദിവാകരൻ്റെ ശബ്ദം എന്നെ ചിന്തകളിൽ നിന്നുണർത്തി. ആ, ദിവാകരൻ വന്നോ? ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ദിവാകരൻ്റെ ശബ്ദം കേട്ട് നാണിയും എഴുന്നേറ്റു. അവരുടെ കയ്യിൽ 2 ആൾക്കുള്ള ചായ ഉണ്ടായിരുന്നു. ഞാനിട്ടിരിക്കുന്ന ഓട്ടയുള്ള ബനിയൻ കണ്ട് ദിവാകരനെ ചിരിമാഞ്ഞ് മുഖമൊന്ന് കറുത്തു. നാണിയെ നോക്കി അവൻ ശബ്ദിക്കാതെ നിന്നു. ചായ കുടിച്ചപാടെ ഞങ്ങൾ ഇറങ്ങി. വരാൻ പോകുന്ന നല്ല നാളെയെക്കുറിച്ചുള്ള സ്മരണകൾ, ദിവാസ്വപ്നങ്ങൾ നെയ്ത് ഞങ്ങളെ നോക്കി നിൽക്കുന്ന നാണിയെ ഞാൻ കൂടെ കൂടെ തിരിഞ്ഞു നോക്കി. അധ്യായം 7. നടത്തം വലിയ സ്കൂളിൻ്റെ പടിക്കലെത്തി. സ്കൂൾ വിട്ട് നേരമായിരുന്നു. കുട്ടികൾ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ജീവിതത്തിലെ മാറ്റങ്ങൾ കൊതിക്കുന്നവർ പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങൾ അവരെ അനുഗമിച്ചു. അന്തിക്കാട് പലരും ചെത്തു നിർത്തിയിട്ട് മാസങ്ങളായി എന്നാണ് കേട്ടത്. തറവാട്ടിൽ വാസൂട്ടി വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈയിടെ ഒരു പറ്റം പോലീസുകാരുടെ നടുവിലേക്ക് മുദ്രാവാക്യം വിളിച്ച് നടന്നു ചെന്നിരുന്നു. മാസങ്ങളെടുത്തു വാസുകുട്ടിയെ വിട്ടുകിട്ടാൻ. അതിനിടയിൽ ആവുന്നത്ര തല്ലിച്ചതച്ചുത്രേ. പോരാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് മുന്നിലുണ്ടാവുമായിരുന്നു വാസുകുട്ടി. അവരൊക്കെ ചെത്തുകാരുടെ സമരത്തിന് മുമ്പേ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ഇടയ്ക്കൊരു സഖാവ് ഉയർത്തിപ്പിടിച്ച കൊടിയുമായി ഉറക്കെ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾക്കൊപ്പം കൂടി. ആവേശം കനത്തപ്പോൾ അയാൾക്കൊപ്പം ഞങ്ങളും മുദ്രാവാക്യം തുടങ്ങി. കാട്ടൂർ ഭാഗത്ത് ചെത്തുന്ന തൊഴിലാളിയായിരുന്നു അദ്ദേഹം. ദിവാകരൻ ചോദിച്ചറിഞ്ഞു. മൈതാനത്തേക്കുള്ള വഴിയെടുക്കുതോറും സഖാക്കൾ കൂടി നിൽക്കുന്നത് കണ്ടു. യോഗം തുടങ്ങിയിട്ടില്ലെന്ന് അവർ പറഞ്ഞു. മുതിർന്നവരായ സഖാക്കൾ എൻ്റെ കുടിലിൽ വന്നതും ഞാൻ വെട്ടൊഴിയിൽ പ്രസംഗിച്ചതും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുവിധം ആളുകളുടെയൊക്കെ ശ്രദ്ധ എന്നിൽ തറഞ്ഞു നിന്നത്. വേദിയിൽ ആ നാട്ടുകാരനല്ലാത്ത ഒരു സഖാവ് സംസാരിച്ചു തുടങ്ങി. സമൃദ്ധിയായ ആഹാരം അത് ഏതു തൊഴിലാളിയുടെയും അവകാശമാണ്. ഭൂതകാലത്തിൻ്റെ പിന്തുടർച്ചയായി നമ്മൾ ചെത്തുതൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം ഇന്നും തുടർന്നു പോകുന്നുണ്ട്. സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ മുതലാളിമാരുമായി യോജിച്ചു പോവുകയാണ്. ചെത്തുകാരൻ എന്ന വർഗത്തിനെ തരം താഴ്ത്തി ചൂഷണം ചെയ്യുകയാണ്. അവനെ ഇല്ലായ്മകളിൽ നിന്നും ഇല്ലായ്മകളിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ തീരുമാനത്തിന് വേണ്ടിയാണ് ഈ യോഗം. നമ്മുടെ പ്രമുഖ നേതാക്കന്മാരായ ശങ്കരനും ചടയമുറിയും കേളനും ചാത്തുക്കുട്ടിയും കിട്ടുണ്ണിയും കൊടപ്പുള്ളിയും മറ്റു മുതിർന്നവരും അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. സഖാവിൻ്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം തൻ്റെ പേര് വ്യക്തമാക്കിയിരുന്നു. കേളു. സമയമെടുക്കാതെ തന്നെ പ്രമുഖരായ പല കമ്മ്യൂണിസ്റ്റുകാരും വന്നു ചേർന്നു. വേദിയും പിന്നെയും സജീവമായി. ഇടവിട്ട് ഇൻകുലാബ് മുലങ്ങിക്കൊണ്ടിരുന്നു. മൈതാനമകലം നിറഞ്ഞു കവിഞ്ഞു. ആളുകൾ അവരവരുടേതായ സ്ഥാനങ്ങളിലിരുന്നു. യോഗ നടപടികൾ ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ നേതാവായ പ്രഭാകരൻ സദസ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സദസ്സിന് നേരെ കൊടിയുയർത്തിപ്പിടിച്ച സഖാവ് ചടയൻമുറിയും അഭിവാദ്യം ചെയ്തു. ലഹരി പാനീയങ്ങൾ കുടിച്ച് മസ്തിഷ്കം പുളകം കൊള്ളിച്ച് ജീവിതം ആസ്വദിക്കുന്ന മുതലാളിമാർ നിത്യവും 3 നേരം തെങ്ങിൽ കയറി ഇളം തണ്ട് ചെത്തി കുലയെ തല്ലിവാട്ടി ഇറക്കി കൊടുക്കുന്ന കള്ള് ഉത്തേജനത്തിന് മാത്രമാണെന്ന് പറഞ്ഞ് ചെത്തുകാരന് പ്രതിഫലമായി തരുന്ന അരണ കൊണ്ട് ഇനി ജീവിക്കാനാവില്ല. കിട്ടുന്ന വേതനത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ജീവിതങ്ങൾ മുഴുപട്ടിണിയിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇതിനെതിരെ ചെത്തുകാരൻ ചെറുത്തു നിൽക്കാൻ തുടങ്ങിയപ്പോൾ കൂലിക്ക് ആളെ വിട്ട് തൊഴിലാളികളെ തല്ലിയൊതുക്കുന്ന മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരെ സമരം തുടങ്ങിയ സംഘടിതരെ പോലീസിൻ്റെ സഹായത്തോടെ അടിച്ചമർത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രവണതയിൽ നാം തളരാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തൊഴിലാളികൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇനി കണ്ടു നിൽക്കാനാവില്ല. ഒരു പറ കള്ളിന് ഒരണ എന്ന നമ്മുടെ മുദ്രാവാക്യം അധികാരവർഗത്തിനു മേൽ ആഞ്ഞടിക്കട്ടെ. ഇംഗ്ലോം സിന്ദാബാദ്. സഖാവിൻ്റെ പ്രസംഗത്തിന് ശേഷം പല നേതാക്കളും സംസാരിച്ചു. ഞാൻ നടത്തിയ കവലയിലെ പ്രസംഗത്തെയും അതുമായ ആളുകൾ തടിച്ചുകൂടിയതിനെക്കുറിച്ചും എടുത്തു പറഞ്ഞു. എല്ലാവർക്കും അതൊരു മാതൃകയാകാൻ യോഗം ആശംസിച്ചു. സഖാക്കൾ പിരിഞ്ഞു. പെട്ടെന്ന് ഇരുട്ട് വരുന്നതിന് പരിഭ്രാന്തി കൊണ്ട് ഞങ്ങൾ ഓടിത്തുടങ്ങി. വീട്ടുമുറ്റത്ത് കത്തിച്ചു വെച്ച കുപ്പിവിളക്ക് അകലെ നിന്നും തന്നെ കണ്ടു. നാണിയും ശാരദയും ഞങ്ങളെ കണ്ട് എഴുന്നേറ്റ് നിന്നു. സംസാരമൊക്കെ ഞങ്ങൾ പോയിട്ട് മതി, ദിവാകരൻ പറഞ്ഞു. പിന്നെ തിടുക്കത്തിൽ ശാരദയും പിടിച്ച് ദിവാകരൻ നടന്നു. യോഗത്തിൽ നടന്ന കാര്യങ്ങൾ നാണിയോട് ഞാൻ വിസ്തരിച്ചു പറഞ്ഞു. എല്ലാം കേട്ട് വാ പൊളിച്ചിരിക്കുകയായിരുന്നു നാണി. അവളൊന്നും പറഞ്ഞില്ല. എങ്കിലും അവളുടെ മുഖത്ത് ഒരാകാംക്ഷ ഉണ്ടായിരുന്നു. നാണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ജയിക്കും പെണ്ണെ. രാത്രിയായതോടെ തണുപ്പ് പൊതിഞ്ഞു തുടങ്ങി. ചീവീടുകൾ നിലവിളിക്കുന്നുണ്ട്. നാണി കിടക്കുന്നതിന് മുമ്പുള്ള പണികളിൽ മുഴുകി. ഞാൻ ഓർക്കുകയായിരുന്നു, മക്കളുണ്ടാവുന്നതിന് മുമ്പ് പലപ്പോഴും തെങ്ങിൻ ചൂട്ടിൽ നാണിയെ എന്നെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ചെത്തു കഴിഞ്ഞ് പുളിഞ്ചോട്ടിൽ ഒന്നിച്ച് കുളിക്കാറുള്ളതും അന്തിക്കള്ള് കുളിക്കുന്നതുമെല്ലാം ഓർത്ത് ഞാൻ ചിരിച്ചു. ദേ വന്ന് കഞ്ഞി കുടിക്കി, നാണി വിളിച്ചു. ഞാൻ ഓർമ്മകളിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. അത്താഴത്തിന് ശേഷം രാത്രിയുടെ സംഗീതം ആസ്വദിച്ച് ചെന്നംകോളിൻ്റെ ആകാശച്ചെരുവിൽ ഉദിച്ചു വരുന്ന ചന്ദ്രനെ നോക്കിയിരുന്നു. ചാച്ചിറക്കിൽ തിരികെ ബീഡി ഒരെണ്ണം എടുത്ത് തീ കൊളുത്തുമ്പോൾ മനസ്സ് മുഴുവൻ നാളെയുടെ നല്ല ദിവസങ്ങളായിരുന്നു. ഇടയ്ക്കെപ്പോഴോ തണുത്ത കാറ്റ് വീശിയടിച്ചു. അകലെ എവിടെയോ മേടമാസത്തിലെ ചൂടിനെ തണുപ്പിച്ച് മഴ പെയ്യുന്നുണ്ട്. നാണി പണികൾ തീർത്ത് അടുത്തു വന്നിരുന്നു. അപ്പോഴും നാണം കലർന്ന ചിരി അവളിലുണ്ടായിരുന്നു. എനിക്ക് കോരിത്തരിപ്പ് അനുഭവപ്പെട്ടു. ആ സുഖമുള്ള നിമിഷങ്ങളെ ഓർക്കാത്ത നേരം ഇല്ലായിരുന്നു മനസ്സിൽ. കാറ്റുള്ളത് ചൂടിന് ആശ്വാസമാകുന്നുണ്ട്. കിടക്കുന്നതിനിടെ നാണി പറഞ്ഞു, കേള വേഗം എണീക്കി. ഞാൻ പരിഭ്രമിച്ചു. എഴുന്നേറ്റുകൊണ്ട് കൂടെ നാണിയും ഉണ്ടായിരുന്നു. രാമേട്ടനും ദിവാകരനുമാണ്. നാണി തീപ്പെട്ടി ഉരച്ചപ്പോൾ ദിവാകരൻ അവളെ തടഞ്ഞു. കേള, സഖാക്കൾ മട്ട കെട്ടിയ തെങ്ങുകളുടെ കുലയർത്തിരിക്കുന്നു. ഇന്ന് യോഗത്തിന് ശേഷം എടുത്ത തീരുമാനമായിരുന്നു.
നാളെ കോൺഗ്രസ്സുകാർ പോലീസിൻ്റെ സഹായത്തോടെ ചെത്താൻ തീരുമാനിച്ചതറിഞ്ഞതാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ദിവാകരൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. എടാ, എല്ലാ ചെത്തുകാരുടെ പേരിലും കേസായിട്ടുണ്ട്. പിടിച്ചാൽ ജയിലിലടയ്ക്കും. മാത്രമല്ല, ചാവുന്നത് വരെ തല്ലുറപ്പാണ്. അതുകൊണ്ട് ഒന്ന് കെട്ടടങ്ങുന്നവരെ എല്ലാവരോടും മാറി നിൽക്കാനാണ് നിർദ്ദേശം. ഞാൻ അതെല്ലാം കേട്ട് മരവിച്ചിരുന്നു. ലോകം നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. അനക്കമില്ലാതെ നിന്ന് എന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ട് രാമേട്ടൻ പറഞ്ഞു. എടാ, നിന്റെ പേര് ഈ ഭാഗത്ത് വളരെ പ്രസിദ്ധമായിരിക്കുകയാണ്. പോലീസ് ഇവിടെയാകും ആദ്യം വരിക. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മാറി നിൽക്കാം, രാമേട്ടനെ ഓർമ്മപ്പെടുത്തി. ഞങ്ങൾ ഭയന്ന് വിറച്ചു. നാണി കരയാൻ തുടങ്ങി. നാണി, നീ കരയാതിരിക്കുക. എന്തായാലും മാറിയേ പറ്റൂ. പോലീസ് കൊണ്ടുപോയ ജീവനോടെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് വേറെ വഴിയില്ല. ദിവാകരൻ നാണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശാരദ ഓടി വന്നു. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടാ, രാമൻചേട്ടൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. ചട്ടിയും കലവും ചവിട്ടി ഉടച്ച് ആളുകളെ കിട്ടാത്ത ദേഷ്യം തീർക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് മാറിക്കോ. കുറച്ചു മുമ്പ് കണ്ടതെല്ലാം ശാരദ പറഞ്ഞൊപ്പിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൾ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അധ്യായം 8. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കൽ രാമേട്ടൻ ഓടിത്തുടങ്ങിയിരുന്നു. ഇരുട്ട് മൂടിക്കിടന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് തൽക്ഷണം അയാൾ മറഞ്ഞു. ഞാൻ നാണിയെ ഒന്ന് നോക്കി. അവൾ എൻ്റെ കൈകളിൽ പിടിച്ച് ഉമ്മ വെച്ചു. നാണിയോടൊപ്പം വാവിട്ട് കരയുന്ന കുട്ടികളെ കണ്ട് എൻ്റെ സമനില തെറ്റിയിരുന്നു. ഞാൻ മക്കളെ പിടിച്ചു കരഞ്ഞു. ദിവാകരൻ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. മുതലാളിയുടെ പൊന്തക്കാട് തീരുന്നിടത്ത് വെച്ച് ഞങ്ങൾ ഓടാൻ തുടങ്ങി. പുറകിൽ നാണിയുടെയും ശാരദയുടെയും കൂട്ടം നിലവിളികൾ ഉയർന്നു. അത് കേട്ട് തിരിച്ചു പോരാൻ നിന്ന എന്നെ ദിവാകരൻ വലിച്ചിഴിച്ചു. ഇരുട്ടിൽ സ്ത്രീകളുടെ നിലവിളികൾ അമർന്നില്ലാതായി. ഓട്ടം നിന്നത് തൃപ്രയാർ കടവിലായിരുന്നു. ദിവാകരനും രാമേട്ടനും നീന്തി തുടങ്ങി. പിറകെ ഞാനും. അക്കരെ എത്തിയപാടെ ഓട്ടം തുറന്നു. വലപ്പാട് അങ്ങാടിയിൽ വെച്ച് 2 സഖാക്കൾ ഞങ്ങൾക്കൊപ്പം കൂടി. ഒളിവിൽ പോകുന്നവർ ആലപ്പുഴ ചകിരിത്തൊഴിലാളികളുടെ കൂട്ടത്തിൽ എത്തിപ്പെടാനായിരുന്നു നിർദ്ദേശം. അവിടെ ആവുമ്പോൾ വർഗത്തിൻ്റെ അംഗസംഖ്യ വളരെ കൂടുതലാണെന്ന് കൂടിയവർ വിവരിച്ചു. മുന്നിൽ ഒരു കൂട്ടം പോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വളരെ വേഗത്തിലാണ് ഞങ്ങളുടെ കാലുകൾ ചലിക്കുന്നത്. ദിവാകരൻ്റെ ചുണ്ടുകൾ ഉരുവിടുന്ന പ്രാർത്ഥനാശലകങ്ങൾ ഞാൻ കേട്ടു. തൃപ്രയാർ അപ്പനെ ഞാനും അകമുരുകി പ്രാർത്ഥിച്ചു. കൊടുങ്ങല്ലൂർ ആഴിമാവിനോട് ചേർന്നുള്ള കടവിൽ നടത്തം അവസാനിച്ചു. ഇനിയുള്ള യാത്ര ചരക്ക് വള്ളത്തിലാണ്. വഴിയിൽ കൂടിയവർ രാമേട്ടനെ ഓർമ്മപ്പെടുത്തി. പെട്ടെന്നുണ്ടായ അമ്പരപ്പ് വിട്ടുമാറും മുമ്പ് നാണിയെയും മകളെയും കുറിച്ചുള്ള വേവലാതിയെ കൂടി വന്നിരിക്കുന്നു. പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തമോർത്തപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് തോന്നി. വാസൂട്ടിയുടെ അവസ്ഥ നേരിട്ടുള്ള അനുഭവമാണ്. പാർട്ടിക്കാരുടെ ഇടയിൽ മതിപ്പ് നാണിക്കും മക്കൾക്കും ഗുണം ചെയ്യും. എത്ര ദിവസം മാറി നിൽക്കണമെന്നറിയില്ല. അതുവരെ നാണിയും മക്കളും ഒറ്റയ്ക്കാണെങ്കിലും ഇതൊരു മണ്ടത്തരമായി തോന്നിയില്ല. കുറച്ച് കഷ്ടപ്പെട്ടാലും എല്ലാം നന്നായി ജീവിക്കാൻ വേണ്ടിയാണെന്നതിൻ്റെ ആശ്വാസമുണ്ട്. രാത്രിയിലും വിസ്മയിപ്പിക്കുന്ന മനോഹാരിതയാണ് ചുറ്റിലും. വ്യത്യസ്തമായ സംസാര രീതികൾ, പതിവ് കാഴ്ചകളിൽ നിന്നും വേറിട്ട മുഖങ്ങൾ. മനസ്സ് വിങ്ങുകയാണ്. ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ദിവാകരൻ കെട്ടുവള്ളത്തിൽ കയറിയിരുന്നു കഴിഞ്ഞു. പിറകെ രാമേട്ടനും. ഞങ്ങൾ കയറിയിരുന്നു. വള്ളക്കാർ ആളുകളെ കാക്കുന്നത് പോലെ തോന്നി. ഉറക്കം തലയ്ക്ക് മേൽ ഭാരമേൽപ്പിക്കുന്നുണ്ട്. ദിവാകരൻ ഉറങ്ങിയിരിക്കുന്നു. ഇതുവരെയുള്ള യാത്രയിൽ മനക്ലേശമൊഴിച്ചുള്ള തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരാശ്വാസമുണ്ട്. അനക്കം കേട്ടാണ് കണ്ണു തുറന്നത്. നേരം പരപരാ വെളുത്തിരിക്കുന്നു. വള്ളം പുന്നമടക്കായലിൻ്റെ ഓരം ചേർന്ന് അങ്ങനെ നീങ്ങുകയാണ്. 2 വശത്തേക്കും ഗ്രാമീണ തോടുകളിലൂടെ പുഴ ഒഴുകി പോകുന്നു. ചുറ്റും അപരിഷ്കൃതരായ ഗ്രാമീണർ. അവർ തങ്ങളുടെ ജോലിയിൽ മുഴുങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇടവിട്ട് കെട്ടുവള്ളങ്ങളിൽ നിന്നും ചെറുവഞ്ചികളിലേക്ക് സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നുണ്ട്. അവിടെയായി ചെറു കച്ചവടങ്ങൾ കാണപ്പെട്ടു. ഗ്രാമത്തിൻ്റെ രമണീയത പ്രഭാതത്തെ വരവേൽക്കുകയാണ്. സ്ത്രീകൾ കായലിൻ്റെ കടവിൽ കുളിയും മലക്കുമായി തങ്ങളുടെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. സമൃദ്ധിയായി വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്ത് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് പൂവും കൂടി വിളവായിട്ടുണ്ട്. കൊയ്തെടുക്കാറായ നിലങ്ങളാണ് അധികവും. ഇടവിട്ട് പാലുറയ്ക്കാത്ത കണ്ടങ്ങളുമുണ്ട്. അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെ. കൊല്ലത്തിൽ 3 തവണ കൃഷിയെന്നാണ് ഇവിടങ്ങളെക്കുറിച്ച് കേട്ടറിവ്. കാഴ്ചകൾ കേട്ടതിനേക്കാൾ വിസ്മയിപ്പിക്കുന്നുമുണ്ട്. തുഴച്ചിലുകാർ യാത്ര അവസാനിപ്പിച്ച് കടവിനോട് ചേർന്നുള്ള കുടിൽ നിന്നും 2 പേർ പുറത്തേക്ക് വന്നു. അവർ കെട്ടുവള്ളത്തെ പിടിച്ച് കരയിലേക്ക് ചേർത്ത് നിർത്തി. ഞങ്ങൾ 6 പേരും വഞ്ചിക്കാരും ഇറങ്ങി. അവർ വളരെ ബഹുമാനത്തോടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ആകെയുള്ള ഒരു വീഡിയോ എടുത്ത് ഞാൻ കത്തിച്ചു. കായലിൻ്റെ ഓരം ചേർന്ന് ചെറുവഞ്ചികൾ തിരക്ക് കൂട്ടി പോകുന്നുണ്ട്. ആഞ്ഞില പുരട്ടതും ഓട്ടയുള്ളതുമായ ബനിയൻ എൻ്റെ തൊഴിലിനെ പ്രതിനിധീകരിച്ചു. തൊഴിലാളികൾ ഞങ്ങളോട് അതിരു കവിഞ്ഞ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. പുഴുങ്ങിയ കപ്പയും കട്ടൻ ചായയും ഒരുക്കി അവർ സൽക്കരിച്ചു. ഏതാനും നാഴികകൾ പിന്നെയും കടന്നുപോയി. ബീഡിയില്ല. അതിനായി ഒരെണ്ണയും കയ്യിലില്ല. പ്രദേശത്തെ നേതാക്കൾ പലരും വന്നുപോയി. കൂട്ടത്തിൽ ആ നാട്ടിലെ സഖാക്കളുടെ നേതാക്കായ ശങ്കരനാരായണൻ തമ്പിയും
പുതുപ്പള്ളി രാഘവനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ തീരുമാനം ഞങ്ങളെ കൊല്ലത്തെത്തിക്കാനായിരുന്നു. പോലീസിൻ്റെ കയ്യിൽപ്പെടാതിരിക്കാൻ മറ്റു സമരക്കാരെ കൂടി കോട്ടയം ഭാഗത്തേക്ക് അയക്കാനും തീരുമാനിച്ചതായി അവർ അറിയിച്ചു. ചില നേതാക്കളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് പോലീസ് 1000 രൂപയോളം പാരിതോഷികം കൊടുക്കുമെന്നാണ് കേട്ടത്. അത് ചെണ്ടകൊട്ടിയാണ് പ്രചരിപ്പിക്കുന്നത്. തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സമരങ്ങൾ നടത്തുന്നത്. മനുഷ്യൻ്റെ സാമൂഹിക മേന്മയ്ക്കും വിദ്യാഭ്യാസത്തിനും വഴി നടക്കാനും മാറുമറക്കാനും അമ്പലങ്ങളിൽ പ്രവേശിക്കാനും സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നവരെ കുറിച്ച് ഓർത്തപ്പോൾ മനസ്സൊന്ന് തുടിച്ചു. കൊച്ചിയിൽ മറ്റും ഒട്ടുമിക്ക സമരങ്ങളുടെ നേതൃത്വം വൈക്കത്തെ ചെത്തുതൊഴിലാളികളിൽ ഏറ്റെടുത്തിട്ടുകൊണ്ട് യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ തേടി പോലീസ് ആലപ്പുഴ വളയാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയൊരറിവ്. അതുകൊണ്ട് വെളിനാട്ടിൽ നിന്നും വന്നവരെ മാറ്റുക എന്ന തീരുമാനം അറിയിച്ച് മുതിർന്നവർ നടന്നു. ഇവിടങ്ങളിൽ ഷാപ്പുടമകളും ഭൂവുടമകളും വ്യവസായികളുമാണ്. മുതലാളികളായ ഷാപ്പുടമകൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ചെത്തുകാരെ കണ്ട് എത്ര കള്ളുകൂടിയനായിരുന്നാലും 4 ചക്രമാണ് കൂലി കൊടുക്കുന്നത്. കള്ളു കുറഞ്ഞാൽ കൂലിയില്ലെന്ന് മാത്രമല്ല ശിക്ഷയുമുണ്ട്. നാട്ടിൽ ഒരുവിധ സഖാക്കളും ജയിലിലാണ്. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പുറകെ വന്ന വള്ളക്കാർ വിവരം തന്നു. കരിങ്കാലികൾ മെനക്കെട്ട് നടന്ന് ഒറ്റുകയാണ്. പോലീസ് പിടിച്ചവരുടെയൊക്കെ നെഞ്ച് അമ്മിക്കല്ലുകൊണ്ട് ഇടിച്ച് കലക്കുകയാണത്രേ. ഓർത്തപ്പോൾ ഭയം തോന്നി. മറ്റൊരു കെട്ടുവള്ളത്തിൽ ഞങ്ങൾ യാത്ര തുറന്നു. ഒറ്റുകാർ നാട്ടിലെ പ്രമാണികളാണ്. രാഘവൻ മുതലാളി അതിൽപ്പെടുമായിരിക്കും. അദ്ദേഹം കാശിൻ്റെ കാര്യത്തിൽ പിഷ്കത്തരം പറയുന്നത് കണ്ടിട്ടുണ്ട്. നാണിക്കുള്ള സഹായം മുതലാളിയുടെ വീട്ടിൽ നിന്നെന്ന് ഓർത്തപ്പോൾ ഭയം തോന്നി. അവിടെ അച്ഛനും ആങ്ങളമാരും കൂടെ നിൽക്കുമെന്നുള്ളതാണ് ആശ്വാസം. അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു. ചുറ്റുവട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര കൂടി ആരംഭിച്ചിരിക്കുന്നു. നീണ്ട തുഴച്ചിലിന് ശേഷം വലിയൊരു പട്ടണത്തിനോട് ചേർത്ത് അമരക്കാർ തുഴച്ചിൽ നിർത്തി. കായൽ തീരത്ത് കൂട്ടം കൂട്ടമായ ജനങ്ങളുണ്ട്. അതൊരു ചന്തയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഒരു ഭാഗത്ത് റബ്ബർ പാൽ അരിച്ച് പാത്രത്തിൽ നിറയ്ക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു. റബ്ബർ പാലിൻ്റെ നിലവാരം പരിശോധിക്കുന്ന ഒരാൾ ചേർന്നൊരു കസേരയിൽ ഇരിപ്പുണ്ട്. അയാൾ അതിൽ സമർത്ഥനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും. കയറും മൺകലവും പായക്കെട്ടുകളും വളർത്തും മുഖങ്ങളുമുള്ള ഒരു വലിയ ചന്ത. വിജനമായി ഒറ്റപ്പെട്ട് കാണുന്ന ഇടുങ്ങിയ ഇടവഴികൾ മാത്രമായിരുന്നു ആ പ്രദേശം. ആ വഴികളെല്ലാം വന്നവസാനിക്കുന്നത് ചന്തയിൽ തന്നെ. വരും വഴികളെല്ലാം ഒറ്റയ്ക്കും തെറ്റയ്ക്കും കാണുന്ന വീടുകളും കൊച്ചു കടകളുമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, തിരക്കു തന്നെ. കണ്ടിടത്തോളം അധികം ചകിരി ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതും വാങ്ങുന്നതും. കായികനികളും ചില്ലന സാധനങ്ങളും വിൽക്കുന്ന കടകളും ഏറെയുണ്ട്. വഞ്ചികളിൽ ചരക്ക് കയറ്റുന്നതും ഇറക്കുന്നതും തിരക്ക് കൂട്ടുന്ന ചുമട്ടുകാർ. അവർ ബഹളം വെക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ തൽപരരായ ചെറുപ്പക്കാർ ചിലയിടങ്ങളിൽ കൂടി നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം കാര്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിലും ഇടപെടാതെ ഞങ്ങൾ ഒരിടത്തേക്ക് മാറി നിന്നു. ചില സഖാക്കൾ അടുത്തു വന്ന് കുശലങ്ങൾ ചോദിച്ചു. വർഗസ്നേഹം പ്രകടിപ്പിച്ചു. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി കുറച്ചുപേർ രാമേട്ടനോട് മാത്രമാണ് സംസാരിച്ചത്. അവരൊക്കെ പാർട്ടിയുടെ ഒളിപ്പോരാളികളാണെന്ന് രാമേട്ടൻ പിന്നീട് പറഞ്ഞു. നേരമധികം എടുക്കാതെ യാത്രയാകാൻ നിൽക്കുന്ന കാളവണ്ടിയിലേക്ക് ഞങ്ങളെ ആനയിച്ചു. ചിലർ കൊള്ളിയും മറ്റു സാധനങ്ങളും വണ്ടിയിൽ വെച്ച് തന്നു. ചലിക്കാൻ തുടങ്ങിയ കാളവണ്ടിക്കടുത്തേക്ക് ഓടി വന്ന ഒരു സഖാവ് പൊതി നിറയെ ബീഡിയും 3-4 തീപ്പെട്ടിയും വെച്ച് തന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ മുഖമൊന്ന് തെളിഞ്ഞു. അദ്ദേഹം കാളവണ്ടിക്കൊപ്പം നടന്ന് വഴി നീളെ പാലിക്കേണ്ടതിനെക്കുറിച്ച് വിവരിച്ചു തന്നു. ചുരുട്ടിയ മുഷ്ടി ആകാശത്തേക്ക് ഉയർത്തി ഞങ്ങളത് ഏറ്റുചൊല്ലി. പകലിൻ്റെ അന്ത്യം അടുത്തു തുടങ്ങി. ചാഞ്ഞ വെയിൽ ചുവപ്പണിഞ്ഞു. കാളവണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. 50 വയസ്സെന്ന് തോന്നിക്കുന്ന റപ്പായിയാണ് വണ്ടിക്കാരൻ. എത്ര ദൂരം ഇനി യാത്രയെന്നറിയില്ല. ഇരുട്ടും തോറും മനസ്സിൽ തീ ആളിപ്പടർന്നു. നാണിയും മക്കളും ഇനിയുള്ള രാത്രികൾ ഒറ്റയ്ക്കെന്നോർത്തപ്പോൾ മനസ്സ് പിടഞ്ഞു. കൊല്ലം വരെയാണ് കാളവണ്ടി യാത്ര, റപ്പായി പറഞ്ഞു. എവിടെയെങ്കിലും നിർത്തി കപ്പ പുഴുങ്ങാൻ വല്ല വഴിയുമുണ്ടാകുമോ? രാമേട്ടൻ പതുക്കെ ചോദിച്ചു. റപ്പായി ഒന്നും മിണ്ടിയില്ല. അയാളുടെ കാളകളും തമ്മിൽ കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ അയാളുടേതായ രീതിയിൽ ആസ്വദിക്കുകയാണ്. മുഖത്തെ വലിയ ഭാവമാറ്റങ്ങളൊന്നും കാണാനില്ല. എപ്പോഴും സന്തോഷവാൻ തന്നെ. ഇടയ്ക്ക് ചില വരികൾ ഉറക്കെ ചെല്ലുന്നുമുണ്ട്. നീണ്ട വഴികൾ പിന്നെടുത്തു. ചിലയിടത്ത് ആളനക്കമില്ലാതെ അടഞ്ഞുകിടക്കുന്ന അങ്ങാടികൾ കാണുന്നുണ്ടായിരുന്നു. രാത്രി ഒരുവിധം തീരാറായെന്ന് പോലെ തോന്നി. കാളകൾ നിന്നു. ദിവാകരനും രാമേട്ടനോ അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. റപ്പായി താഴെ ഇറങ്ങി. അയാൾ ഇരുട്ടുമൂടിയ പറമ്പിൽ കൂടെ നടന്നു. സമയമെടുത്തില്ല. ദൂരെ നിന്നൊരു ചൂട്ട് അടുത്തേക്ക് വരുന്നത് കണ്ടു. അതുകണ്ട് വരുന്നവരുടെ തിരിച്ചറിയുന്നില്ലെങ്കിലും പിറകിൽ നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അവർ അടുത്തടുത്ത് വന്നു. ലാൽ സലാം സഖാക്കളെ, ഇവിടെ നിന്നും ഇനി നടത്തമാണ്. കുളത്തൂപ്പുഴ വഴി വിഴിഞ്ഞം വരെയാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇനി തങ്ങാനൊന്നും നേരമില്ല. നേരം വെളുക്കും മുമ്പ് ഈ കാട് താണ്ടിടും. അവർ നടന്നു തുടങ്ങി. പിറകെ ഞങ്ങളും. യാത്ര പറയാൻ പോലും റപ്പായിയെ പിന്നെ കണ്ടില്ല.
കാളവണ്ടിയിൽ കരുതിയിരുന്ന കൊള്ളിയും മറ്റു സാധനങ്ങളും ഓരോരുത്തരായി എടുത്തു പിടിച്ചു. നടത്തത്തിനിടെ ഞാൻ കാളകളെ ഒന്ന് തിരിഞ്ഞു നോക്കി. മൂളിയും ഞരങ്ങിയും അവർ തമ്മിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. വായിൽ കൂടി ഒലിച്ചിറങ്ങുന്ന പത ഞാന്നു കിടക്കുന്ന റാന്തൽ വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടു. എനിക്ക് സഹതാപം തോന്നി. ഞങ്ങൾ 6 പേരെയും കൊണ്ട് അവറ്റകൾ താണ്ടിയത് എത്ര ദൂരമെന്നറിയില്ല. റപ്പാടിയിലെ കയ്യിലെ കയറിൽ മുറുകലിൽ അയലിനും അനുസരിച്ച് വഴി മുഴുവൻ ഊന്നിക്കൊണ്ടിരിക്കുന്നു. ഇരുട്ട് വീണ വഴികളിലൂടെ നടക്കാൻ ഞങ്ങൾ പ്രയാസപ്പെട്ടു. കമ്പി റാന്തൽ വലിച്ചുകൊണ്ട് റപ്പായി തൻ്റെ യാത്ര തുടർന്നിരിക്കുന്നു. കയറ്റവും ഇറക്കവും തോടും താണ്ടി ആൾ താമസമുള്ളിടത്ത് ചൂട്ടും കൊളുത്തിയുമാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. മുന്നിൽ നടക്കുന്നവർക്ക് വഴികൾ പരിചിതമാണെന്ന് അവരുടെ നടത്തം കണ്ടാലറിയാം. അവർ കിതയ്ക്കുകയോ പരിഭ്രമിക്കുകയോ പേടിക്കുകയോ ചെയ്യുന്നില്ല. ഇടയ്ക്ക് വെള്ളം കുത്തിയൊലിച്ച് പാറക്കെട്ടുകളിൽ വന്നലയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. വലിയൊരു മലയിടുക്കിൻ്റെ അടിത്തട്ടിൽ വഴികാട്ടികളിലിരുന്നു അവർ അനുകരിച്ച് ഞങ്ങളും. ഒന്നിരുന്നപ്പോൾ ഒരു ആശ്വാസം തോന്നി. വിശപ്പും ക്ഷീണവും ശരീരത്തെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. ഞങ്ങൾ ഓരോ ബീഡി കത്തിച്ച് വഴിക്ക് വെച്ച് കൂടിയവർ കുറേശ്ശെ സംസാരിച്ചു തുടങ്ങി. മുറ്റിച്ചോർ ഭാഗത്തെ ചെത്തുതൊഴിലാളികളായിരുന്നു അവർ. തെങ്ങിൻ്റെ കൊലയറുത്ത് നിരക്കാരിൽപ്പെടും കാഞ്ഞാണിത്തുരുത്തിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടിയിരുന്നു. ഏത് നിമിഷമാണെങ്കിലും പിടിക്കപ്പെടും എന്ന ഭയമാണ് അവരെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. ഞങ്ങളെ ഇരുത്തി വെള്ളം കുത്തിച്ചാടുന്ന ദിക്കിലേക്ക് വഴികൾ കാട്ടി തന്നിടുന്നു. അത് നോക്കി ഇടയ്ക്ക് വെച്ച് മിണ്ടാട്ടം അവസാനിപ്പിച്ച ദിവാകരൻ ചോദിച്ചു, എന്താകുമടാ ഇനിയുള്ള നമ്മുടെ ജീവിതം? അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തുളുമ്പി വന്നു. എൻ്റെ ചുണ്ടുകൾ ഒരു ഭാഗത്തേക്ക് കോടി. അലസമായ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി ഞാൻ വിതുമ്പിക്കരഞ്ഞു. അത് കാര്യമാക്കാതെ ദിവാകരൻ പതുക്കെ പാറയ്ക്കുമേൽ മലർന്നു കിടന്നു. ഇന്നലെ ചേന്നം കോളിൽ വന്നടിച്ച തണുത്ത കാറ്റിൻ്റെ സുഖമുള്ള ആലസ്യത്തിൽ നാണിയോട് ഒട്ടിക്കിടന്ന നിമിഷങ്ങളെ ഞാൻ ഓർത്തു. മനസ്സിൽ ആളിക്കത്തിയ ദുഃഖം ശാന്തമാകാൻ കണ്ണുകൾ കൂട്ടിമുറുക്കി. കേളാ ആരോ വിളിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റു. പരിസരബോധം തിരിച്ചു കിട്ടി. ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ സഖാക്കളും ദിവാകരനും രാമേട്ടനും കപ്പ തിന്നുന്നത് കണ്ടു. എനിക്കുള്ള ഇല ദിവാകരൻ എൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, വേഗം കഴിച്ചോ, ഉടനെ നടന്നു തുടങ്ങും. വയറ് നിറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. ഞാനൊരു ബീഡി കൂടി കത്തിച്ച് മലർന്നു കിടന്നു. വെള്ളം പാറകളിൽ തട്ടിച്ചിതറുന്ന ശബ്ദം അടുത്തെന്ന പോലെ കേൾക്കുന്നുണ്ട്. കാടിളകി കടന്നുപോയ ശീതക്കാറ്റിൻ്റെ അസാമാന്യം തണുപ്പുണ്ടായിരുന്നു. അധ്വാനിച്ച് ജീവിക്കുന്ന എൻ്റെയും നാണിയുടെയും ഇതുവരെയുള്ള ജീവിതം ഒരു മുഷിപ്പായി തോന്നിയിരുന്നില്ല. നാണി വീടുകളിൽ അരിയടിക്കാനും മെതിക്കാനും പോകുന്നതും കള്ളു വിറ്റ് കിട്ടുന്ന കൂലി തികയാത്തതും കൊണ്ടാണ് അതിനൊരു മാറ്റമേ ആഗ്രഹിച്ചിരുന്നത്. എല്ലാവരും എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ പെറുക്കിയെടുത്ത് ഒരു സഖാവ് മുൻകരുതലെന്നോണം പറഞ്ഞു, പോലീസിന് വഴി കണ്ടെത്താൻ ഇതൊരു കാരണമാകും. രാത്രിയുടെ ഒരു കൂരിരുട്ടിലൂടെ ഞങ്ങൾ യാത്ര തുറന്നു. കയറ്റവും ഇറക്കവും കട്ടകുത്തിയും ഇരുട്ടും. കാലുകൾ പല സ്ഥലങ്ങളിൽ പൊട്ടി നീറുന്നുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ നടത്തമാണ്. അതിൻ്റെ ക്ഷീണം എല്ലാവരിലും ഉണ്ടായിരുന്നു. പോലീസിന് പിടികൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ച് തല്ലും തൊഴിയോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നു. ചിലപ്പോൾ മരണത്തിലേക്കായിരിക്കും എത്തുക. ഈ യാത്ര വേദന അത്രയും കടുപ്പമായി തോന്നി. ഇനിയുള്ള യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു രൂപമില്ല. നാണിയെയും മക്കളെയും പിരിഞ്ഞതു മുതൽ ജീവിതം വഴിമുട്ടിയ പോലെ തോന്നി. ദിവാകരനും അങ്ങനെ തന്നെയാണ്. അവൻ്റെ നിസ്സഹായ മുഖം എന്നെ കൂടി തളർത്തുകയാണ്. എന്നാൽ രാമേട്ടൻ അങ്ങനെയല്ല. വീടിനെയും കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ചിന്തകൾ എവിടെയോ എത്തിപ്പെടാൻ തിരക്ക് കൂട്ടുന്നത് പോലെ തോന്നി. ആ അവസ്ഥയും രാമേട്ടൻ ആസ്വദിക്കുന്നുണ്ട്. മറ്റു സഖാക്കളെ പരിചയമില്ല. അവരുടെ കാര്യമൊന്നും ഇതുവരെ ചോദിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞുമില്ല. ഞാൻ നാണിയെക്കുറിച്ച് ഓർത്തു. പ്രായപൂർത്തിയാകും മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് നടന്നു കയറിയവളാണ്. എന്നാൽ ഇങ്ങനെയല്ല. എൻ്റെ കൂടെയുള്ള ജീവിതം അവൾ പഠിച്ചത് ജീവിക്കാനുള്ള തൻ്റെ ഇടമാണ്. എന്ത് പണിയെടുക്കുവാനുള്ള ത്രാണി ഇന്നവൾക്കുണ്ടായിരുന്നു. ഒരിക്കൽ അവളുടെ അച്ഛൻ പോലും അത് പറഞ്ഞിരുന്നു. രാഘവൻ മുതലാളിയുടെ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് നെല്ലായും തവിടായും കിട്ടുന്നത് കൊണ്ടാകും ഇനിയുള്ള അവരുടെ ജീവിതം. മാട്ടം കെട്ടിയ തെങ്ങുകളൊക്കെ ഇനി മറ്റാർക്കോ സ്വന്തം. തിരിച്ചു ചെന്നാൽ തന്നെ എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങേണ്ടി വരും. അതോർത്തപ്പോൾ ഒരു നിമിഷം വിഷമം തോന്നി. ശാന്തരാകൂ, മുന്നിൽ നടക്കുന്നവർ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഓരോരുത്തരായി താഴേക്ക് പതുങ്ങിയിരുന്നു. കാട്ടാനകളാണ്. അടക്കൽ പറച്ചിൽ കേട്ടു. ദിവാകരനും ഞാനും ഇരുന്നു പിറച്ചു. ഭയം ശരീരത്തെ തളർത്താതിരിക്കാൻ പാടുപെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായിരുന്നു എല്ലാവരും. ഒരു ചീറ്റൽ ഞാനും കേട്ടിരുന്നു. അതോടെ ജീവൻ പോയെന്ന് തോന്നും. ദിവാകരൻ കയ്യിൽ ഞാൻ ബലമായി പിടിച്ചിരുന്നു. നീണ്ട സമയം മുന്നിലിരുന്നവർ കൂട്ടത്തോടെ എഴുന്നേറ്റ് നിന്നു. ഒരാശ്വാസത്തിന് നെടുവീർപ്പ് എല്ലാവരിൽ നിന്നും പുറത്തേക്ക് പോയി. ഞങ്ങൾ യാത്ര തിന്നു. ഇനി അധികവും ഇറക്കമാണ്. മുന്നിൽ നടക്കുന്നവർ പറഞ്ഞു. കുത്തനെയുള്ള ഭാഗങ്ങളിൽ താഴോട്ട് വീഴാതിരിക്കാൻ പാടുപെട്ടു. അകലെയിരുന്ന ഒരു കുറുക്കൻ നിർത്താതെ ഓരിയിട്ടു. അത് ഒരു കൂട്ടം കുറുക്കന്മാരുടെ നിലവിളിയായി
ഇരുട്ടിൻ്റെ നിശബ്ദതയിലേക്ക് ഉയർന്നു. വഴികാട്ടികൾ ഒരിടത്ത് നിലയുറച്ചു. അതിലൊരാൾ ബീഡിയെടുത്ത് കത്തിച്ച് ഒരിടത്തിരുന്നു. അയാളോടൊപ്പം ഞങ്ങളും ഓരോ ബീഡി വീതം കത്തിച്ചു. അവർ ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നി. കിഴക്ക് ചുവന്നു തുടങ്ങി. വലിയ ചിറകുള്ള പക്ഷികൾ കാടിനെ ഉണ്ടത്തിക്കൊണ്ട് പറന്നുപോയി. കാട്ടിൽ പ്രഭാത സംഗീതം ഒഴുകാൻ തുടങ്ങി. ഞാൻ ഓർക്കുകയായിരുന്നു, ചേനൻകോളിൻ്റെ വശം ഉയർന്നു ഉദിച്ചു വരുന്ന സൂര്യനോ. നഷ്ടപ്പെട്ട ഒരു ഭൂതകാല ഭംഗി എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. എൻ്റെ മനസ്സ് വീടെത്താൻ തുടിച്ചു. ദേ, ആരോ വരുന്നുണ്ട്. ഞാൻ കരുതിയിരുന്നു. സൂര്യൻ ഉദിച്ചെങ്കിലും കാട്ടിൽ ഇരുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ആളുകളെ വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നില്ല. കാളവണ്ടിയിൽ നിന്നിറങ്ങിയതിൽ പിന്നെ ആരുടെയും മുഖം വ്യക്തമായി തിരിച്ചറിയാനായില്ല. സംസാരത്തിന് പരിമിതികളായിരുന്നു. പേര് പോലും ചോദിച്ചറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ വർഗത്തിൽപ്പെട്ടവരെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് അവർ വന്ന് സംസാരിച്ചു തുടങ്ങിയത്. അവർ വഴികാട്ടിയവരും ഒരിടത്തേക്ക് മാറി നിന്ന് സംസാരിച്ചു. അല്പനേരമേ അവരുടെ സംസാരത്തിന് നീളമുണ്ടായിരുന്നുള്ളൂ. അതുവരെ വഴികാട്ടിയവർ മടങ്ങി. യാത്ര പറയാതെ, ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ കാടിൻ്റെ ഉള്ളിലവർ മരിഞ്ഞു. വഴിക്ക് കൊമ്പൻ്റെ ചീറ്റൽ ഞാനും കേട്ടതാണ്. എന്നിട്ടും ഒരു ഭയവുമില്ലാതെ അവരങ്ങനെ കാട്ടിലൂടെ നടക്കുകയാണ്. എല്ലാം ഓർത്തപ്പോൾ ഒരു പേടി എന്നെ പിടികൂടി. തുണ വരാൻ നിയോഗിക്കപ്പെടുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥ ഇപ്പോഴും കാണുമെന്നതുപോലെ തോന്നി. കാടിൻ്റെ നിശബ്ദതയെ ഭരിച്ച് അലമുറയിടുന്ന മൃഗങ്ങളെ അവർ ഭയക്കുന്നുണ്ട്. വഴികാട്ടികളായി കൂട്ടുവരുമ്പോൾ അതൊരു നിവൃത്തികേടായി തോന്നാതിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. പുതുതായി നിയോഗിക്കപ്പെട്ടവർക്കൊപ്പം ഞങ്ങളും യാത്ര തിന്നു. പതുക്കെ പതുക്കെ കാടിൻ്റെ മൂടുപടം അവസാനിക്കുകയായി. ചെങ്കുത്തായ പാതയുടെ ഓരം ചേർന്നാണ് നടക്കുന്നത്. നിരയായി നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്ക് കാട് ഒഴിഞ്ഞുകൊടുത്തെന്ന് തോന്നി. ആളുകൾ എവിടെയും അവരുടേതായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചിരട്ടയിലുള്ള റബ്ബർ പാൽ ബക്കറ്റിൽ നിറയ്ക്കുമ്പോൾ പാൽ നിറച്ച പാത്രങ്ങൾ തലയിലേറ്റിപ്പോകുന്ന യുവാക്കളുടെ ഒരു നിരയുമുണ്ട്. ഒരിറക്കം ഇറങ്ങിയ ഉടനെ ഒറ്റപ്പെട്ട ഒരു കൂര കണ്ടു. മേൽക്കൂരയ്ക്ക് മുകളിൽ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അകത്ത് എന്തോ പാകം ചെയ്യുന്നതിൻ്റെ മണം ഒഴുകി വരുന്നുണ്ട്. റബ്ബർ ഷീറ്റുകൾ അയലിൽ ഞാന്നു കിടക്കുന്നുണ്ട്. കൂടെയുള്ളവർ ഇരിക്കാൻ പറഞ്ഞു. കൂരയ്ക്ക് മുന്നിൽ പിടിപ്പിച്ച തിണ്ടിൽ ഞങ്ങൾ ഇരുന്നു. കള്ളുചെത്തുകാർ തന്നെ, വീട്ടുകാരൻ ചോദിച്ചു. തീരെ പരിചയമില്ലാത്ത അവരുടെ ഭാഷ കേട്ട് ഞങ്ങൾ പരസ്പരം നോക്കി. രാമേട്ടൻ അയാളുമായി സംസാരിച്ചു തുടങ്ങി. മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിക്കുന്നത്. പുള്ളെന്തിന് പുറത്തു നിൽക്കണ്, കയറി വരിൻ. അയാൾ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. രാമേട്ടൻ ആദ്യം കടന്നു. കൂടെ ദിവാകരനും. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ പരിപാടികൾക്ക് തിടുക്കമായി. നീണ്ടുകിടക്കുന്ന റബ്ബർ തോട്ടങ്ങളുണ്ട് ചുറ്റും. എന്നാൽ ഇടതടവില്ലാതെ മരങ്ങൾക്കിടയിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നതുകൊണ്ട് കാര്യം നടത്താൻ പറ്റില്ലെന്ന് ബോധ്യമായി. എൻ്റെ ആ നേരത്തെ പരിഭ്രമം കണ്ടാണ് വയസ്സായ സ്ത്രീ ചോദിച്ചു, എന്തിനു പുള്ളേ കിടന്ന് പുളയ്ക്കണ്? ഞാൻ ഒന്നുകൂടി പരിങ്ങി നിന്നു. ദിവാകരന് കാര്യം മനസ്സിലായി. അമ്മ, അവന് കക്കൂസിൽ പോകണം, ദിവാകരൻ പറഞ്ഞു. അവർ ചിരിച്ചു. എന്നിട്ട് മലഞ്ചെരുവിൽ കെട്ടിയിരുന്ന കക്കൂസ് ചൂട്ടിക്കാണിച്ചു. പുള്ളേ, പോയി കാര്യം പറഞ്ഞ് തോട്ടിൽ കുളിച്ച് പോന്നാളേ. കുളിയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം തോന്നി. കാലത്ത് കപ്പയും കഞ്ഞിയും വിളമ്പി. ജീവിതം കുടിലാണെങ്കിലും റബ്ബർ തൊഴിലാളികൾക്ക് നല്ല ആദായമാണെന്ന് കണ്ടാലറിയാം. ഈ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ചെത്തുകാരനും സമൃദ്ധിയുടെ നാളുകൾക്ക് വേണ്ടിയാകും. വരാൻ പോകുന്ന നല്ല ഭാവിയെക്കുറിച്ചോർത്തപ്പോൾ ആശ്വാസം തോന്നി. ദിവാകര, ഇനി ഇവിടെ തന്നെ കൂടാനാണോ തീരുമാനം? ദിവാകരനോട് ഞാൻ ചോദിച്ചു. ഒരു രൂപമില്ലെന്നോണം ദിവാകരൻ കൈമലർത്തി കാണിച്ചു. രാമേട്ടൻ ആ വീട്ടിലുള്ളവരുമായി പുറത്തു പോയിരിക്കുകയാണ്. അവർ നാട്ടിലെ വിവരങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും. സമരക്കാരെ പിടിച്ചു കാണും. തല്ലുകൊണ്ട് പോരാണ്ടായി കിടക്കുന്ന വാസൂട്ടിയും ചേനത്തെ സാവിത്രിയും ഓർത്തുപോയി. കൈയും കാലും തളർത്തി ഒന്നിനും കൊള്ളാത്തവരായിരിക്കും. ഇത്തിരി കരുത്തുള്ളവരായ കൊന്നു കെട്ടിത്തൊക്കും. അങ്ങനെ സമരക്കാർ ഇല്ലാണ്ടാകും. അതോർത്തപ്പോൾ അന്തിക്കാട്ട് സംഘടിത ശക്തി പല വഴിക്ക് പിരിഞ്ഞു പോയത് നന്നായെന്ന് തോന്നി. ഒന്ന് കെട്ടടങ്ങിയാൽ പിന്നെ ശക്തിയോടെ തിരിച്ചെടുത്താലോ? സമയം ഇഴഞ്ഞു തന്നെ നീങ്ങി. 2 രാത്രിയും 1 പകലും നിർത്താതെയുള്ള യാത്ര. ഒരുറക്കത്തിന് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒരാപത്ത് വരാനുണ്ടെന്ന തോന്നലിൽ കണ്ണുകൾ അടയ്ക്കാൻ തോന്നിയില്ല. ഒരു ബീഡി കത്തിച്ച് വീണ്ടും ചുറ്റുപാടുമൊക്കെ ശ്രദ്ധിച്ചു. കുടുംബത്തോടെ പാർട്ടി പ്രവർത്തകരെയാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ റബ്ബർ തൊഴിലാളികളുടെ നേതാവ് കൂടിയാണ് ഗൃഹനാഥൻ. ഈയിടെ നടന്ന സമരത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കൂലിക്കൊപ്പം വെട്ടുന്ന പാലിൻ്റെ പങ്കുകൂടി നേടിയെടുത്തു. അതോടെ റബ്ബർ വെട്ടുകാരുടെ ജീവിതം സമ്പന്നമായി. പുറത്താഴയിൽ ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ അത് വ്യക്തമാവുണ്ട്. രാഘവൻ മുതലാളി ഉൾപ്പെടെ നാട്ടിൽ ഒരിടത്തും ഇത്രയ്ക്കും സമൃദ്ധി കണ്ടെത്തില്ല. വരുന്ന വഴികളിലെല്ലാം നല്ല വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നു. വീടുകൾ കണ്ടിരുന്നു. ഭാഗ്യം ചെയ്ത മനുഷ്യർ. നാണിക്ക് ആകെയുള്ളത് ഒരു ബ്ലൗസാണ്, 2 മുണ്ടും. നനച്ചു കഴിഞ്ഞാൽ ഉണങ്ങുന്നത് വരെ മാറിന് മുകളിലേക്ക് മുണ്ട് ഉയർത്തി കെട്ടിയാണ് കഴിച്ചു കൂട്ടുക. മക്കളുടെ അവസ്ഥയും അതുതന്നെയാണ്.
ഉണങ്ങാതെ ഇട്ടുപോകുന്ന വസ്ത്രങ്ങളുടെ നനഞ്ഞ പാട് ബെഞ്ചിൽ പതിയുമ്പോൾ കൂട്ടുകാരുടെ പരിഹാസ വാക്കുകൾ കേട്ട് മടുത്ത് മൂത്തവൻ അധികവും മുടങ്ങുകയാണ് പതിവ്. താഴെയുള്ളവർക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടേയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ തുടർച്ചയ്ക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.